റഷ്യ യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നത് വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ്. വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. ദിനംതോറും നിരവധി മനുഷ്യർ യുദ്ധം കാരണം മരണപ്പെടുന്നു. വെടിനിർത്തലിനുള്ള സാധ്യത വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുമെന്നും ട്രംപ്. If for some reason one of the two parties makes it very difficult, we're just going to say you're foolish, you're fools, you're horrible people, and we're going to just take a pass. But hopefully we won't have to do that. Now, Marco is right in saying it. We want to see it end. Think of it. Every day, a lot of people are being killed as we talk about, as they play games. So we're not going to take that, and we'll see. I think we have a good chance of solving the problem, however. Well, I don't want to say that, but we want to see it end. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, റഷ്യ യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നത് വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്നുള്ളൊരു മുന്നറിയിപ്പാണല്ലോ ട്രംപ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഈ വെടിനിർത്തലിനുള്ള സാധ്യത വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും രോഹിണി, ഏറെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് എന്നത് ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, രണ്ട് രാജ്യങ്ങളും, അത് യുക്രൈൻ ആയാലും റഷ്യ ആയാലും, ഈ രണ്ട് രാജ്യങ്ങളും വെടിനിർത്തലിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആരോപണം അല്ലെങ്കിൽ ഒരു നിലപാട് സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസവും ഇത് സംബന്ധിച്ച് ചില ചർച്ചകളെല്ലാം നടന്നിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മാർക്കോ റൂബിയോയുമായി പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ചർച്ച നടന്നിരുന്നപ്പോഴും ഈ പാരീസിൽ ഇക്കാര്യം തന്നെയാണ് മാർക്കോ റൂബിയോയും വ്യക്തമാക്കിയത്. തുടർന്നാണ് ട്രംപ് ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വാലിഡേഷൻ എന്ന രീതിയിൽ കൃത്യമായ നിലപാട് മാധ്യമപ്രവർത്തകരോട് അറിയിക്കുകയും ചെയ്തത്. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം 3 വർഷം കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. ഈ 3 വർഷം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ 2022 മുതൽ തുടരുന്ന ഈ യുദ്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട്. ആ രണ്ട് രാജ്യങ്ങളും അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നത് വളരെ വിഡ്ഢിത്തപരമായ ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ വിഡ്ഢിത്തമാണ്, വളരെ ദുർഘടം പിടിച്ച അല്ലെങ്കിൽ ഏറെ ദുരിതം ഉള്ള സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് അക്കാര്യം എന്ന് വളരെ കൃത്യമായി പറയുകയും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് മുന്നറിയിപ്പ് നൽകുകയും അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ അമേരിക്ക ഈ മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എടുക്കും എന്ന് വളരെ കൃത്യമായി ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നം വഷളാക്കി പിന്തിരിഞ്ഞോടുകയോ ചെയ്യാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എങ്കിൽ കൂടി പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, കരിങ്കടലിൽ വെടിനിർത്തലിനുള്ള നീക്കം ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നു. അങ്ങനെ സ്വാഭാവികമായും യുക്രൈന്റെയും റഷ്യയുടെയും നിരവധി തുറമുഖങ്ങൾ, 4ഓളം തുറമുഖങ്ങളിൽ കൃത്യമായ വാണിജ്യ ഇടപാടുകൾ നടത്തുന്നതിനും കപ്പലുകളുടെ സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്നതിനുമുള്ള ഒരു ധാരണയിലെത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയാണ് ഉയർന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ പിന്നീട് ഉണ്ടായില്ല എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഉപരോധങ്ങൾ ഉൾപ്പെടെ നേരിടേണ്ടി വരുമെന്ന് റഷ്യക്ക് വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഒരു ഘട്ടത്തിൽ ട്രംപ് നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഉപരോധങ്ങളിലേക്ക് വരെ നീങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നീങ്ങരുത് എന്ന കടുത്ത നിലപാട് അന്നേ തന്നെ അമേരിക്ക സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനി പിന്മാറും എന്ന മുന്നറിയിപ്പ്, അതായത് നിലവിലെ സാഹചര്യങ്ങളിൽ വെടിനിർത്തലിനുള്ള നീക്കങ്ങൾ രണ്ട് രാജ്യങ്ങളും കൃത്യമായി പാലിക്കാതെ വരികയാണെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് പറയുന്നതിൽ മറ്റൊരു കൃത്യമായ സൂചന കൂടിയുള്ളത്, അമേരിക്ക റഷ്യക്കോ അല്ലെങ്കിൽ യുക്രൈൻ ഉൾപ്പെടെയുള്ള ഈ വെടിനിർത്തലിനെ വിമുഖത കാണിക്കുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കം നടക്കും എന്നൊരു സൂചന തന്നെയാണ് ഇതിലുള്ളത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഈ രണ്ട് രാജ്യങ്ങളിൽ ആരാണോ വെടിനിർത്തലിനെ എതിരായ നിലപാട് സ്വീകരിക്കുന്നത് അവർക്കുണ്ടാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കുമെന്നതിന്റെ ഒരു മുൻകൂർ സൂചന തന്നെയാണ് മാർക്കോ റൂബിയോ പാരീസിൽ നടത്തിയ പ്രസ്താവനയും അതുപോലെ തന്നെ ഇന്ന് ട്രംപ് അതിനെ കൃത്യമായ വിശദീകരണം നൽകിക്കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനവും. രോഹിണി, ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.